നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ വരാൻ പോകുന്ന മാറ്റം, നിങ്ങളുടെ കറൻറ്റ് എനർജി ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളതൂടെയാണ് കേട്ടോ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ റീഡിങ്സ് റെസനേറ്റ് ആവാൻ, പോസിറ്റീവായൊരു ഗൈഡൻസ് ലഭിക്കാൻ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കാണുക. നിങ്ങൾക്ക് എന്ത് കാര്യത്തെക്കുറിച്ചൊക്കെയാണോ റീഡിങ്സിൽ അറിയേണ്ടത് അത് മനസ്സിൽ ചിന്തിക്കണം കേട്ടോ. റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, മറ്റെന്ത് കാര്യങ്ങളായിക്കോട്ടെ, എന്ത് പ്രോബ്ലംസ് ആണെങ്കിലും നിങ്ങളത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. അതിലുടനെ വരുന്ന മാറ്റം എന്താണ്, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യത്തിൽ നെക്സ്റ്റ് വരാൻ പോകുന്ന ആ ഒരു ആക്ഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ശക്തമായിട്ട് റെസനേറ്റ് ആവാനും നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കാനും അതൊരു സമാധാനവും സന്തോഷം നിറഞ്ഞൊരു ഗൈഡൻസ് ലഭിക്കാനും വേണ്ടിയിട്ട് തന്നെയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ തന്നെ ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്ത് റീഡിങ്സിൽ നിങ്ങളുടെ പ്രസൻസ് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. കൂടാതെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക, നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രസൻസ് ഏറ്റവും കൂടുതൽ കണക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന അനുസരിച്ചാണ് കേട്ടോ. അതായത് നമ്മുടെ കുടുംബത്തിൽ ഒരു അംഗമായി തീരുകയാണ് നിങ്ങൾ, അതനുസരിച്ചാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പോസിറ്റീവായി വരുന്നത്. പിന്നെ നമുക്ക് നിങ്ങളുടെ റിലേഷനിൽ നമുക്ക് പേഴ്സണൽ റീഡിങ്സ് എടുക്കുമ്പോൾ ചിലർ ചോദിക്കും പോലെ ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാനും പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കാനും പ്രസൻറ്റിൽ നിങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് നല്ലൊരു ഗൈഡൻസ് കിട്ടും. പിന്നെ കുറച്ചൊക്കെ നിങ്ങളുടേതാകുന്ന രീതിയും കൂടി കണക്റ്റ് ചെയ്ത് തന്നെ കാര്യങ്ങൾ സ്വീകരിച്ചാൽ മതി കേട്ടോ. നമുക്ക് നമ്മുടേതാകുന്ന ചില തീരുമാനങ്ങളുണ്ടല്ലോ, അതിന് പ്രയോറിറ്റി കൊടുക്കുകയും ചെയ്യണം. പ്ലസ് ഈ ഒരു ഗൈഡൻസിനെ കണക്റ്റ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ വരാൻ പോകുന്ന മാറ്റം റീയൂണിയൻ പ്രസൻസ് ആണ്. നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുള്ള, നിങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്ന, നിങ്ങൾ മറന്ന് ഒരു ശരീരം ഒരു മനസ്സുപോലെ കടന്നുപോയ എന്തു ബന്ധമായിക്കോട്ടെ, സൗഹൃദമായിക്കോട്ടെ, രക്തബന്ധങ്ങളായിക്കോട്ടെ, പേരൻസിൻ്റെയൊക്കെ എനർജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാസ്റ്റിലെ കണക്ഷൻസ് ആയിക്കോട്ടെ, നിങ്ങളിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ, നിങ്ങൾക്കൊരിക്കലും മറന്നു കളയാൻ പറ്റാതെ നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും എപ്പോഴും കണക്റ്റ് ചെയ്ത് വരുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു റീയൂണിയൻ എനർജിയാണ് നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉടനെ സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണുന്നത്. നഷ്ടപ്പെട്ട ചിലത് അതിനേക്കാൾ ശക്തമായിട്ടും പോസിറ്റീവായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ. ഒരു ഇമോഷണൽ അബണ്ടൻസ് ആണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരു വ്യക്തിയുടെ പ്രസൻസിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും കുത്തിത്തിരിപ്പ് പോലെയോ അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലോ എന്തെങ്കിലും പ്രോബ്ലംസുകൾ മറ്റൊരു വ്യക്തിയിൽ നിന്നുകൂടി നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം തന്നെ സഞ്ചരിച്ചിരുന്ന ഒരു പേഴ്സണിൽ നിന്നും ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയതാണെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമാകുന്ന ഒരു റീയൂണിയൻ പ്രസൻസ് വരുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്കിടയിൽ ഒരു ശത്രുദോഷമുണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു ലേഡി പ്രസൻസ്, ഒരു ഫെമിനിയൻ എനർജിയുടെ തന്നെ ആയിരുന്നു ഭാവം ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ ഇത് കരിയർ മേഖലകളെ കണക്റ്റ് ചെയ്ത് നിങ്ങൾ ആഴത്തിൽ സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്ത് വല്ലാതെ അടുത്ത് നിന്നിരുന്ന വ്യക്തികളെ തമ്മിലാണ് സെപ്പറേറ്റഡ് ആക്കിയതായിട്ട് കാണുന്നത്. അതായത് സ്നേഹത്തോടു കൂടി, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ് എനർജിയിൽ, നിങ്ങളോടൊപ്പം നിന്നിരുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾക്കിടയിൽ വിള്ളൽ ക്രിയേറ്റ് ചെയ്തത്, നിങ്ങളുടെ ബന്ധത്തിന് സെപ്പറേഷൻ ഉണ്ടാക്കിയത്. ആ ബന്ധം രണ്ട് രീതിയിലേക്ക്, രണ്ട് സിറ്റുവേഷൻസിലേക്ക് ചിതറിപ്പോകാൻ കാരണമായത് ആ ഒരു കാര്യം. ചിലപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും മനസ്സിന് വിഷമവും നിങ്ങളുടെ എനർജിയെ ലോസ് ആക്കിക്കൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം ഈ പേഴ്സണെ കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകൾ. ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. പൂർവാധികം ശക്തിയോടും പരിപൂർണമാകുന്ന സ്നേഹത്തോടും നഷ്ടപ്പെട്ടതിനേക്കാൾ പവർഫുള്ളായിട്ട് പാസ്റ്റിൽ നിങ്ങൾ എത്രത്തോളം കണക്റ്റഡ് ആയിരുന്നോ
അതിനേക്കാൾ 100 ഇരട്ടി പവർഫുള്ളായിട്ടാണ് നിങ്ങളിലേക്ക് ആ ഒരു സിറ്റുവേഷൻസ് വരുന്നത്. അതൊരു അസൂയയുടെയും നെഗറ്റീവ് എനർജിയുടെയും ഡബിൾ എനർജിയുടെയൊക്കെ പ്രസൻസിനാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണ് കേട്ടോ. അതായത് നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതായത് നിങ്ങൾക്കിടയിലുണ്ടായിരുന്ന ശക്തമാകുന്നൊരു പവർഫുള്ളാകുന്ന ആ ഒരു ബോണ്ട് ഇല്ലാതാക്കി കളഞ്ഞു. ഒരു വെല്ലുവിളികളെ നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ വാക്കേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, ശക്തമാകുന്ന ഫൈറ്റിംഗ് നടന്നിട്ടുണ്ടാവാം. അപ്പം മൂന്നാമതൊരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൽ എത്ര ശക്തമായിട്ട് വിള്ളൽ വരുത്തിയോ അതിവിടെ അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പവർഫുൾ ആകുന്ന സക്സസ്, ഒരു വിജയം, അതായത് എല്ലാവർക്കും നിങ്ങൾ പിരിഞ്ഞു നിന്നതിൽ ആരൊക്കെ ഹാപ്പിനെസ് അനുഭവിച്ചോ അവരുടെ എല്ലാം മുന്നിൽ നിങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാൻ പാകത്തിന്, കണ്ടോളൂ എന്ന് പറയാൻ പാകത്തിനുള്ള ശക്തമാകുന്ന ഒരു റീയൂണിയൻ പ്രസൻസ് ആണ് വന്നു ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്കിവിടെ പറയാൻ പറ്റുന്ന മറ്റൊരു എനർജി എന്ന് പറഞ്ഞാൽ ക്യൂൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ. ചിലരുടെ സിറ്റുവേഷൻസിൽ നിങ്ങൾ എന്തെങ്കിലും കാത്തിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ, ഒരു പക്ഷേ ഒരു നീതി ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ടെങ്കിൽ, ഒരു ഫൈറ്റിംഗ് എനർജിയിൽ ഒരു ജഡ്ജ്മെൻറ്റിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു മറ്റൊരു വിദേശ രാജ്യത്തെ ബേസ് ചെയ്തുമാവാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നീതി ലഭിക്കേണ്ടതായ ഒരു ഫൈറ്റിംഗ് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കറൻറ്റ്ലി നേരിട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ ഒരു ഗുഡ് ന്യൂസിന്, ഒരു അവസാന തീരുമാനത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത് ഒരു ഗുഡ് ന്യൂസ് എനർജിയാണ് കേട്ടോ. മാറ്റങ്ങളാണ്. ഒന്നിലധികം സക്സസിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യത്തെ ഒരിക്കലും നിങ്ങൾക്ക് കൺട്രോളിൽ നിൽക്കില്ല, അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി വരില്ല എന്ന് ചിന്തിച്ചിരുന്ന ആ ഒരു രീതിയിൽ നിങ്ങളിൽ ഡൗൺ എനർജിയിൽ, അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്തിരുന്ന ഡിലേ ആയ ഒരു കാര്യത്തിന് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഇമോഷണലി ഉള്ള ഒരു കാര്യമല്ല, നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ആണ്. നിങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കുന്ന, നിങ്ങളുടെ ജീവിത പുരോഗതിക്കിടയിൽ പെട്ടുപോയ ഒരു മിസ്റ്റേക്ക് എനർജിക്ക് ക്ലാരിറ്റി വരുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വളരെ ശക്തമാണ്. ചിലപ്പോൾ നിങ്ങൾ ജോബ് സംബന്ധമായിട്ട് ഒരുമിച്ച് പോയ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് പരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ ലൈഫിലേക്ക് ഒരു സക്സസ്സിന് വേണ്ടിയിട്ടോ ഒക്കെ നേരിട്ടിരുന്ന ഒരു കാര്യമാണ് എങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ കാത്തിരിപ്പിന് സമാപനം കുറിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഏത് മേഖലയിലാണോ ഫൈറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നത് ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നു. നിങ്ങൾക്കത് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. ദ ലവേഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഫാമിലിപരമായിട്ട് എല്ലാ രീതിയിലും നിങ്ങൾക്കുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വ്യക്തി കടന്നു വരുന്നു. ഒരു ജസ്റ്റിസ്, ഒരു കർമ്മ എൻഡിങ് നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമാകുന്ന ഒരു ലൈഫ് ചേഞ്ചിങ് വരുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുമായിട്ട് സ്നേഹത്തിൽ ഏറ്റവും ആഴത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറിനോടൊത്ത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. വിവാഹ യോഗമായിരിക്കാം. അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ്. ഇത്രയും കാലം നിങ്ങളൊരു ജസ്റ്റിസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു. നിങ്ങളെ മനസ്സിലാക്കാൻ പോകുന്നു നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിക്കാത്തതിനേക്കാളും അപ്പുറമുള്ള സ്നേഹവും പ്രസൻസും കെയറിങ്ങും എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. അത് ഫാമിലിപരമായിട്ട് വരെ ഒത്തുചേർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകളിലേക്കാണ് കുറേ ആളുകളുടെ എനർജി കടന്നു പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഹാങ്ക്ഡ് മാൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളിവിടെ നോക്കേണ്ടത് അവിടെയും ഒരു ജസ്റ്റിസ് വരുന്നുണ്ട്. കുറച്ച് ആളുകൾക്ക് കർമ്മ വരുന്നുണ്ട് കേട്ടോ. ശനിയുടെ ഒരു പ്രസൻസ് നിങ്ങളിൽ ചെറിയ ആളുകളിൽ സംസാരം
നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നിടത്തൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. ചിലരുടെ സമയം മാറുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറ്റപ്പെട്ടൊക്കെ നിന്നിരുന്ന വ്യക്തികളാണെങ്കിൽ, നിങ്ങളെപ്പോഴും ലൈഫിൽ ഒറ്റപ്പെട്ട് നിന്ന വ്യക്തികളായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു സമയമാറ്റം വരുന്നുണ്ട്. കാലചക്രം നിങ്ങൾക്ക് ചേഞ്ചായി വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നത് ഒരു ജസ്റ്റിസ് ആണ് കേട്ടോ. അതായത് ജസ്റ്റിസ് മീൻസ് ശനീശ്വരൻ്റെ ഒരു പ്രസൻസ് ആണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്ത കർമ്മയുടെ ഫലം, നിങ്ങൾ എന്താണ് കർമ്മ ചെയ്തത്, ഇന്നലെ വരെ നിങ്ങൾ ചെയ്ത കർമ്മഫലം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നല്ലതാണ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് നല്ലത് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്തതെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങളെ തേടി വരും. നമുക്കിവിടെ വന്നിരിക്കുന്നത് ജസ്റ്റിസ് മീൻസ് സക്സസ് ആണ് കേട്ടോ. നിങ്ങളുടെ പദവി ചേഞ്ചിങ് വരുന്നുണ്ട്. കരിയർ മേഖലയിലൊക്കെ നിങ്ങൾക്ക് ശക്തമാകുന്നൊരു മാറ്റം, ഒരു വിജയെ പോലെ നിങ്ങളെ ആരെങ്കിലുമൊക്കെ തരം താഴ്ത്താനും തകർക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവിടെയെല്ലാം നിങ്ങൾക്കൊരു വിജയെ പോലെ നിൽക്കാൻ പറ്റും. ഹാങ്കഡ്മാൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സമയം മാറുന്നു. നിങ്ങൾക്കൊരു പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ അതായത് ഒരു എന്താ പറയുക, ഒരു വ്യക്തി ഒരു ലൈഫ് സിറ്റുവേഷൻ തുടങ്ങുമ്പം അവൻ ഏത് അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളെയും തിരുത്തി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വിജയമാണ്, സമയം ചേഞ്ചിങ് ആണ്, സ്ഥാനമാറ്റം വരുന്നുണ്ട് കുറച്ച് ആളുകൾക്ക്. അതുപോലെ തന്നെ ചില കാര്യങ്ങളിലെല്ലാം തെറ്റ് തിരുത്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ച ചില മിസ്റ്റേക്കുകളെല്ലാം ക്ലാരിറ്റി വരുത്തി മുന്നോട്ടേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് 4 ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ജീവിതത്തിൽ പുരോഗതിയും പുതിയ പുതിയ ബന്ധങ്ങളുടെ പ്രസൻസും സെലിബ്രേഷനും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വല്ലാത്ത രീതിയിൽ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി പകച്ച് നിന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇനി എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ടേക്ക് പോകും, ആരാണ് ആശ്രയം എന്നൊക്കെ ചിന്തിച്ച നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പിതാവിൻ്റെ അനുഗ്രഹം വളരെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. അല്ലെ പിതാവിൻ്റെ സപ്പോർട്ട് നിങ്ങളെ ഒരു സ്റ്റക്കായിട്ട് നിങ്ങൾ നിൽക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്കൊരു ഗാർഡിയൻ പ്രസൻസ്, നിങ്ങളുടെ പിതാവിൻ്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ അനുഗ്രഹം അല്ലെങ്കിൽ സാന്നിധ്യം നിങ്ങൾക്ക് വളരെയധികം സപ്പോർട്ട് നൽകുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിത പുരോഗതിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് മാറ്റം വരുത്തുന്നു അല്ലെങ്കിൽ മാറ്റം വരുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു വകയുണ്ട്, ഒരു ആഘോഷം, ഒരു സമാധാനം, ലൈഫിനൊരു വല്ലാതെ ഒരു ചേഞ്ചിങ് വരുന്നുണ്ട് കേട്ടോ. സ്റ്റാർ എനർജി വന്നിട്ടുണ്ട്. ജസ്റ്റിസ് അവിടെയും ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ചില കാത്തിരിപ്പ്, നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ചില കാര്യങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ചില വ്യക്തികളുടെ പ്രസൻസ് ഉടനെ ലൈഫിലേക്ക് കണക്റ്റഡ് ആകും കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആഗ്രഹം, ഒരു ആഗ്രഹ പൂർത്തീകരണത്തെ കണക്ട് ചെയ്ത് നോക്കുമ്പം നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതും തിരിച്ചു പിടിക്കാനുള്ള ഒരു പവർ ഉണ്ടാവാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ഒരു ഗുരുവിനെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്പിരിച്വാലിറ്റീനെ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും. പാസ്റ്റ് ലൈഫിലൊക്കെ നിങ്ങളിൽ പലരും സ്പിരിച്വാലിറ്റിയിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകളുടെ എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് പാസ്റ്റ് ലൈഫിലെ എനർജിയാണ് കേട്ടോ. ആ ഒരു പാസ്റ്റ് ലൈഫിലെ എനർജിയിലേക്ക് നിങ്ങളുടെ ആ ഒരു സോളിനെ തിരിച്ചു പിടിക്കുന്നതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ഗുരുവിൻ്റെ പ്രസൻസ് ഉടനെ വരാൻ സാധ്യതയുണ്ട്. നല്ലൊരു ഗൈഡൻസ് അല്ലെങ്കിൽ നല്ലൊരു ജീവിതമാർഗം നിങ്ങൾക്ക് അടുത്ത സമയങ്ങളിൽ തന്നെ പലരുടെ എനർജിയിലേക്കും കണക്റ്റഡ് ആകുന്നുണ്ട്. അതായത് എപ്പോഴും ഉള്ളിൽ ഇങ്ങനെ ഒരു നിഗൂഢത ഫീൽ ചെയ്യുന്ന, നിങ്ങളറിയാതെ നിങ്ങളുടെ ബോഡിയിൽ മറ്റെന്തെങ്കിലും ഒരു എനർജി വൈബ്, നിങ്ങൾക്കൊരു എനർജിയുടെ ഒരു പ്രസൻസ്, ഒരു എനർജിയുടേതാകുന്ന ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്കുണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗുരുവിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ചില ഗൈഡൻസുകൾ, ചില കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ
അതായത് ഒരു എന്താ പറയുക, നമുക്ക് പ്രകൃതിയാലെ തന്നെ യൂണിവേഴ്സലിൽ നിന്ന് തന്നെ ചില സൈനുകൾ വന്ന് ചേരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്നും നിങ്ങൾ എവിടെയാണ് ചെന്ന് നിൽക്കേണ്ടതെന്നും ഒക്കെയുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അതും ഒരു ജസ്റ്റിസ് എനർജിയിൽ പെട്ടത് തന്നെയാണ്, കർമ്മഫലമായിട്ട് വരുന്നതായിട്ട് കാണണം. നൈനോസോഴ്സിൻ്റെ എനർജി നിൽപ്പുണ്ട്. ചൊവ്വയുടെ ഒരു സാന്നിധ്യം, അതായത് മൈൻഡ് കോൺഫ്ലിക്റ്റ്, ഫൈറ്റിംഗ് എനർജി, കുറച്ച് ശത്രുഭാവം, ഒരു മസ്കുലൻ എനർജിയിൽ നിന്നും പലർക്കും ഒരു ശത്രുത അല്ലെങ്കിൽ ഒരു ഓവറായിട്ടുള്ള ഒരു കൺട്രോളിങ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് കരിയർ മേഖലയെ ബേസ് ചെയ്താവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത മുന്നോട്ടേക്കുള്ള ഒരു യാത്രയെ ബേസ് ചെയ്താവാം. ഒരു മസ്കുലൻ എനർജിയുടെ കൺട്രോളിങ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശക്തമായിട്ട് ഫോക്കസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ആ ഒരു ഫോക്കസ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു നിരാശയാണ് കേട്ടോ. വല്ലാതെ ഒരു വീഴ്ച പോലെ അല്ലെങ്കിൽ ഒരു അസംതൃപ്തി പോലെ, സമാധാനമില്ലായ്മ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് 10 ഓഫ് കപ്സിൻ്റെ എനർജി കണക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾക്ക് ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെ ആ ഒരു കൺട്രോളിങ് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ശക്തമാകുന്ന ഒരു ഇമോഷണൽ ബാലൻസിന്, മാറ്റങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു അൺകണ്ടീഷണലായ ഒരു സ്നേഹത്തെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള യോഗത്തിലേക്ക് എത്തിച്ചേരാനും സാധ്യതയുണ്ട്. എപ്പോഴും വളരെ ജാഗ്രതയോടുകൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം ഇനി മുതലെന്നാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ നല്ലതും ചീത്തയുമായ ഒരുപാട് എനർജി പ്രസൻസുകൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പറ്റുന്നത് മാത്രം ഏറ്റെടുക്കുക. നിങ്ങളെക്കൊണ്ട് അസാധ്യമെന്ന് തോന്നുന്നതിനെ നിങ്ങൾ വിട്ടുകളയുക. പൂർണ്ണമായിട്ടുമല്ല, നിങ്ങളുടെ കൺട്രോളിൽ നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ മാറ്റി നിർത്തുക. ഒരു ഹാപ്പി ഫാമിലി ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. വളരെയധികം ഇമ്പോർട്ടൻ്റ്. കുടുംബപരമായിട്ടൊക്കെ പോകുന്ന ഒരു ഫാമിലി ലൈഫൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യവും പ്രൊട്ടക്ഷനും കെയറിങ്ങും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഫാമിലി ലൈഫിനെയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും നിങ്ങൾക്ക് പ്രാർത്ഥനയുടെയും അനുഗ്രഹത്തിൻ്റെയും ഫലം വന്നു ചേർന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മാറും. അതായത് നമ്മളുടെ വീട്ടിലുള്ള നമ്മളുടെ പാർട്ട്ണറിനെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒരു സമയമാണ് ഇനി മുന്നോട്ടേക്ക്. അൺകണ്ടീഷണൽ, എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുമോ അത്രത്തോളം സ്നേഹിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ചിലരെയൊക്കെ സംബന്ധിച്ച് ഒരു ഇമോഷണൽ ബൗണ്ടറി എല്ലായിടത്തു നിന്നും ഉൾവലിഞ്ഞു നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിൽ നിന്നും മാറിപ്പൊയ്ക്കൊണ്ടിരുന്ന, നിങ്ങൾക്ക് അർഹതയുള്ളത് എന്തൊക്കെയാണോ നിങ്ങളിൽ നിന്നും മാറിപ്പൊയ്ക്കൊണ്ടിരുന്നത് അതെല്ലാം, അതൊരു വ്യക്തിയുടെ സാന്നിധ്യമായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, നിങ്ങൾക്ക് ലഭിക്കേണ്ട നീതി ആയിക്കോട്ടെ, നിങ്ങൾക്ക് അർഹതയുള്ള പലതും നിങ്ങളിൽ നിന്നും മാറിപ്പൊയ്ക്കൊണ്ടിരുന്നുവെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുന്നു. നിങ്ങൾക്ക് പ്രൗഡായൊരു പൊസിഷനിൽ നിലനിൽക്കാൻ സാധിക്കുന്നു. നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ മനസ്സിലാക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളോടൊരു റെസ്പോൺസിബിലിറ്റിയും ഒരു എന്താ പറയുക, സ്വന്തമായി നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു ആത്മാഭിമാനം ഫീൽ ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മാറുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ ചിലരുടെ എനർജികളിൽ ചിലത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കേട്ടോ. ചില ബന്ധങ്ങൾ നിങ്ങൾ ഒരുപാട് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ നിങ്ങൾക്കുള്ളതാണോ അല്ലയോ എന്നുള്ളതിനുള്ള ഒരു സമയം, അതിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ സമയമാണ് കേട്ടോ. ഇമോഷണലി നിങ്ങളുടെ കാത്തിരിപ്പിന് എന്താണ് ഫലമെന്നുള്ളത് നിങ്ങൾക്ക് ഉടനെ തന്നെ അറിയാൻ സാധിക്കും. ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിൽ നിന്നും വിട്ടുപോയ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അർഹതയുള്ളതാണോ അല്ലയോ, അവിടെ എന്താണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ജസ്റ്റിസ് എന്നുള്ളത് നിങ്ങൾക്ക് ഉടനെ തന്നെ അറിയാൻ പറ്റും. നിങ്ങൾ അതിനകത്ത് ഇപ്പോഴും ഫോക്കസ് ചെയ്ത് നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രപഞ്ച ശക്തിയിൽ നിന്ന് തന്നെ അതിനു വേണ്ട നല്ലൊരു ഗൈഡൻസ് ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമ്മളിവിടെ നോക്കുന്ന എനർജി നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജിയാണ് കേട്ടോ. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ഇമോഷണലി സ്റ്റേബിളായ വ്യക്തികളാണ്. അതായത് സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്ന, സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന
ഇഷ്ടപ്പെടുന്ന കരുണയുള്ള വ്യക്തികളുടെ പ്രസൻസാണ്. ഇമോഷണലി നോക്കുമ്പോൾ ഒരു ക്യൂൻ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾക്കത് പ്രയോഗിക്കാൻ പറ്റുന്നില്ല. അതായത് നിങ്ങളുടെ സ്നേഹം നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആണ് എന്ന് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രകടിപ്പിച്ച് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസരം കിട്ടാത്തതായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടായിരിക്കാം. ഒരു സ്റ്റക്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇമോഷണലി. അത് തുടർന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ്, ന്യായം ലഭിക്കാതെ പോകുന്നു. നിങ്ങളെ കേൾക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ, അതും നിങ്ങളെ വളരെയധികം സ്റ്റക്കാക്കി കളയുന്നു. നിങ്ങളെപ്പോഴും ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു, പെയിൻ അനുഭവിക്കുന്നു. അത് നിങ്ങളെ ഹെൽത്തിലും വെൽത്തിലും ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നു. നിരാശയുടെ ഒരു ശക്തമാകുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ലൈഫിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു എനർജിയിൽ നിന്ന് പുറത്തു വരണം. കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളോട് ആവശ്യമില്ലാതെ ആരൊക്കെയോ മത്സരിക്കുന്നതും നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്യുന്നതായിട്ടും അത് നിങ്ങൾക്കൊരു കൺഫ്യൂസ്ഡ് എനർജി, എന്ത് ചെയ്യണമെന്നുള്ള ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന സിറ്റുവേഷൻസൊക്കെയാണ് നിങ്ങളുടെ കറൻറ്റ് എനർജിയിൽ. ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവരെയും തെറ്റിദ്ധരിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു രീതിയിലും സഹകരിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. ഈഗോയും ഇറിറ്റേഷനുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ മനസ്സിലെ കൺഫ്യൂഷനാണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് വിലയിരുത്താൻ പറ്റുന്നില്ല. നിങ്ങളുടെ സാഹചര്യങ്ങളെയും വിലയിരുത്താൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെയും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ബന്ധത്തിനകത്തൊരു ഒരു ബോണ്ടില്ല. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ സാധിക്കും, ഒരു സംശയദൃഷ്ടിയോടുകൂടി ചിന്തിക്കേണ്ടി വരുന്ന ഒരവസ്ഥ, ആരെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു പോകുന്നുണ്ട്. അതൊരു പക്ഷേ പാസ്റ്റിലെ മുൻ സമയങ്ങളിലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിരിക്കാം, നിങ്ങളുടെ അനുഭവങ്ങളായിരിക്കാം. പക്ഷേ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ. നിങ്ങൾ എത്രത്തോളം ഏകാന്തതയും ഒറ്റപ്പെടലും മാറ്റി നിർത്തലും അനുഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങളുടെ പ്രാർത്ഥന ഡിവൈൻ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന ഡിവൈൻ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഇമോഷണലി ഒരു നീതി ലഭിക്കാൻ യോഗമുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം മറ്റുള്ളവർ ആഗ്രഹിക്കാനുള്ള ഒരു യോഗമുള്ള വ്യക്തി തന്നെയാണ്. നിങ്ങളുടെ പ്രസൻസിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റു പലരും ആഗ്രഹിക്കും. അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ഇപ്പോൾ കറൻറ്റ്ലി നിരാശയാണ് നിങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ സമയത്തിൻ്റെതാണ്. ഇതെല്ലാം കടന്നു വരും. നിങ്ങളുടെ എനർജീനെ മാറ്റണം. നിങ്ങൾ അതിനുവേണ്ടി മെഡിറ്റേഷൻ ചെയ്യുക, അഫർമേഷൻസ് എഴുതുക കേട്ടോ.